പശ്ചിമ ബംഗാളിലെ നടിയോട് മോശമായി പെരുമാറിയെന്ന കേസിൽ മുൻകൂർ ജാമ്യത്തിന് സാധ്യത തേടി സംവിധായകൻ രഞ്ജിത്ത്. അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുമായി അദ്ദേഹം ചർച്ച നടത്തി കഴിഞ്ഞു. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അശ്വിൻ, പറയൂ വിശദാംശങ്ങൾ. SKN ഇന്നലെ കേസെടുത്ത സാഹചര്യത്തിൽ രഞ്ജിത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതിന്റെ പിന്നാലെയാണ് മുൻകൂർ ജാമ്യം തേടാനുള്ള നടപടികളുമായി സംവിധായകൻ രഞ്ജിത്ത് മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ഭാഗമായി മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമൻ പിള്ളയുമായി അദ്ദേഹം ചർച്ച നടത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും മുൻകൂർ ജാമ്യം തേടാമെന്നുള്ള നിയമോപദേശം തന്നെയാണ് രഞ്ജിത്തിന് കിട്ടിയിരിക്കുന്നത്. അതേസമയം ഈ കേസ് ഇല്ലാതാക്കാനുള്ള രീതിയിലേക്ക്, അതായത് നിയമപരമായി തന്നെ ഈ കേസിനെതിരെ മുന്നോട്ട് പോകാനുള്ള നടപടികൾ എടുത്താൽ അത് അനുചിതമാണ് എന്നുള്ള ഒരു നിയമോപദേശം കൂടി രഞ്ജിത്തിന് കിട്ടിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ മുൻകൂർ ജാമ്യം തേടാനുള്ള നീക്കങ്ങളിലേക്കാണ് രഞ്ജിത്ത് പോകുന്നത്. അതേസമയം ഇന്ന് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ എന്ത് നടപടിയാണ് എടുക്കുന്നത് എന്നുള്ളത് കൂടി നോക്കിയിട്ടായിരിക്കും നിയമപരമായി മുന്നോട്ട് പോകാനുള്ള രഞ്ജിത്തിന്റെ ആലോചനകൾ തുടരുക. എന്തായാലും മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമൻ പിള്ളയാണ് രഞ്ജിത്തിന് വേണ്ടിയുള്ള നിയമോപദേശം നൽകുന്നതും തുടർ നടപടികൾ അദ്ദേഹത്തെ നിയമപരമായി സഹായിക്കുന്നതും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മുൻകൂർ ജാമ്യത്തിന് വേണ്ടി സമീപിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വാർത്ത. ഓക്കെ, താങ്ക് യു അശ്വിൻ പാലാഴി. ഇപ്പോൾ റാന്നിയിൽ നിന്ന് നമ്മൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ സുനിൽ വരുന്നു. അതായത് വാർത്താ ചാനലുകൾക്ക് മൂല്യച്യുതി വരുന്നു, തുറക്കാൻ വയ്യ എന്നൊക്കെ ആൾക്കാർ പറയുന്ന പരാതിയെക്കുറിച്ചാണ് സുനിൽ പ്രതികരിക്കുന്നത്. പറയൂ സുനിൽ, ഗുഡ് മോർണിംഗ്. പറയൂ സുനിൽ. സാർ നമസ്കാരം. 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 ഈ ശ്രീകണ്ഠൻ സാറിന്റെ ഈ പ്രഭാഷണം ഞാൻ അധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പറയൂ സുനിൽ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് സാറാണ് മാതൃക കാണിക്കേണ്ടത്. കാരണം ഇങ്ങനെയുള്ള ഈ വാർത്തകൾ വരുമ്പം നമ്മളൊരു കാരണവശാലും പൊതുജനത്തിന് കാണാതിരിക്കുന്ന രീതിയിലുള്ള സംഭാഷണം വരുമ്പം നടിമാരനുഭവിച്ച വേദനകളാണ് അവർ പറയുന്നത്. പക്ഷെ അത് നമ്മുടെ കുടുംബങ്ങളെ ബാധിക്കുന്ന രീതിയിലോട്ട് പോകരുത്. അല്ല സുനിൽ പറഞ്ഞ അഭിപ്രായം വളരെ നല്ല അഭിപ്രായമാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം. കുട്ടികൾക്ക് കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള ലൈവായിട്ടുള്ള എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മുടെ ശബ്ദം വിന്യസിക്കുന്ന ആൾക്കാരോട് മ്യൂട്ടിൽ വിരലമർത്തിക്കൊള്ളാൻ പറയാം. അത്രയും നേരം മ്യൂട്ട് അടിക്കും. സാർ മാതൃക കാണിച്ചാൽ നമ്മൾ റെഡി, നമ്മൾ എപ്പോഴും റെഡി. ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല സുനിൽ. കാരണം ഇത് നമ്മളുടെ ചാനലുകളെ നശിപ്പിച്ചു കളയും. കാരണം ഇതൊരു യെല്ലോ ജേർണലിസം തന്നെയാണ് ഇത്, വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകില്ല, നമ്മൾ അതിന് കുട പിടിക്കില്ല. ഓക്കെ സുനിൽ, സാർ ഒരു കാര്യം കൂടെ പറഞ്ഞോളൂ. സാർ മാധ്യമ രംഗത്ത് വർഷങ്ങൾ പ്രവർത്തിച്ച ഒരാളാണ്. സാറിനെ പൊതുജനം പ്രത്യേകിച്ച് സ്ത്രീകൾ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന് കോട്ടം തരുന്ന ഇല്ല, തീർച്ചയായിട്ടും ഉണ്ടാവില്ല. എന്നെ കാത്തിരിക്കുന്ന കുടുംബ പ്രേക്ഷകരെ ഞാൻ ഒരിക്കലും നിരാശരാക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലെ രാത്രിയിൽ കുറേ മണിക്കൂറുകളോളം ഞാൻ ആലോചിച്ച് കിടന്നിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഈ തീരുമാനം എടുത്തത്. ഇതിലേക്ക് നമ്മളില്ല എന്നുള്ളത്. ആ കാര്യത്തിൽ സാറിന് 110% ഞാൻ അതിൽ തന്നെ പോകും. സുനിലും നമ്മുടെ ആൾക്കാരോട് പറയൂ, ഇങ്ങനെയുള്ള വാർത്തകളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കണം. കാരണം അവർ അപ്പോഴേ സ്വിച്ച് ഓഫ് ചെയ്ത് കളയണം. അപ്പോൾ 4 തവണ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഈ ചാനലിന് തന്നെ മനസ്സിലാവും ഇത് ശരിയാവില്ല, ഈ കച്ചവടം നടക്കില്ല എന്നുള്ളത്. ഓക്കെ, സന്തോഷം സുനിൽ. സാറേ, വിഷയം എന്താണെന്ന് ചോദിച്ചാല് ഈ ചാനൽ മേഖല എന്ന് പറയുന്ന മൊത്തം റേറ്റിംഗ് വ്യത്യാസമുണ്ട്. അപ്പൊ ഏത് ചാനലാന്ന് പറയുന്നത് സാറിന്റെ ചാനൽ തീർച്ചയായിട്ടും ഉണ്ട് സുനിലെ. ഈ റേറ്റിംഗ് മത്സരത്തിൽ ഇതുണ്ട്, ഇത് ഒരു കാരണമാകുന്നുണ്ട്, ഇല്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ അതേസമയം നമ്മൾ പ്രേക്ഷകരെ അത് പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ചാനൽ തന്നെ ചൂട് മാറ്റും. അങ്ങനെയാണ് അതിനകത്ത് വേറൊരു അപകടം എന്തെന്ന് സാറേ, ഇതിനകത്തിപ്പം ഇവർ ആരോപിക്കുന്നത് ശരിയാണ് തെറ്റാണെങ്കിലും ഇതിനു വേണ്ടി ഇത് തന്നെ ഒരു ബിസിനസ്, ഇത് തന്നെ ഒരു നയമായിട്ട് തന്നെ കൊണ്ടുവന്ന കുറെ ആൾക്കാർ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? അത് മാത്രമല്ല സുനിലെ, ഇതിനകത്ത് ഈ സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ, അതായത് യൂട്യൂബിലെ വരുമാനം കൂട്ടാൻ വേണ്ടി ഈ പ്രശസ്തരായ ആൾക്കാരുടെ പേരിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ പൊടിപ്പും തൊങ്ങലും വെച്ചുള്ള ഭാഷ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ വാചകമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. അപ്പോൾ നമ്മൾ അവസാനം വരെ വായിക്കും, അങ്ങനെ അല്ലെങ്കിൽ കേൾക്കും. അപ്പോൾ അതുകൊണ്ട് അവരുടെ കൂടും, യൂട്യൂബിൽ നിന്ന് ഇൻകം കൂടും. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരു സാമ്പത്തിക ശാസ്ത്രം കൂടി ഇപ്പോൾ പ്രവർത്തിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്ക് യു സുനിൽ ഫോർ കോളിംഗ്. ഓക്കെ, വിളിച്ചത് നന്ദി. മറ്റൊരാൾ കൂടി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ കട്ട് ചെയ്ത് പോയി തോന്നുന്നു. അപ്പം തീർച്ചയായിട്ടും പ്രേക്ഷകർ ഇതിനെ എത്ര ഗൗരവത്തോടെ കാണുന്നുവെന്ന് എനിക്ക് സുനിലിൻ്റെ വാക്കിൽ നിന്ന് മനസ്സിലായി. വീട്ടമ്മമാരും നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ 24 അർപ്പിച്ചിരിക്കുന്ന വിശ്വാസമുണ്ടല്ലോ, നിങ്ങൾ എന്നിൽ കാണുന്ന ഒരു വിശ്വാസം, അതൊരിക്കലും ഞാൻ കളഞ്ഞു കുടിക്കില്ല. എന്ന് മാത്രമല്ല, നിങ്ങളുടെ ലൈംഗിക ചുവയുള്ള സംഭാഷണങ്ങളും അങ്ങനെയുള്ള കുടുംബ പ്രേക്ഷകർക്ക് വീട്ടിൽ TV തുറന്നിടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുന്ന വാർത്താ പ്രക്ഷേപണങ്ങളും ഒന്നും നമ്മുടെ വാർത്താ ചാനൽ നിരന്തരം വരില്ല എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. മാത്രമല്ല നമ്മുടെ ഓഡിയോ വിഭാഗം വിരൽ ഇനി മ്യൂട്ടിലായിരിക്കും വെക്കുക. ഓക്കെ, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 40 മിനിറ്റും 59 സെക്കൻഡും. ലോകത്ത്
ഒരു 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 പ്രേക്ഷകൻ കൂടി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ വന്നിരിക്കുന്നു. ശിവവിലാസം തുളസിയാണ് വന്നിരിക്കുന്നത്. നമസ്കാരം, പറഞ്ഞോളൂ സാർ. എനിക്ക് പറയാനുള്ളത് ആ ഈ സ്ത്രീകളെ കുറിച്ചാണ് ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഈ അമ്മയ്ക്ക് പകരം അച്ഛൻ സംഘടന ഉണ്ടാക്കിയിരുന്നു എങ്കിൽ ആ ഏറ്റവും നല്ലതായിരുന്നു. കാരണം ഒരു സമയത്ത് സ്ത്രീകള് ഉം. ഒരു അവസരത്തിന് വേണ്ടിയിട്ട് ഈ നടന്മാർക്കും അവർക്കും ഇതുപോലെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ നടികളെ, കാരണം ഫേമസ് ആയ നടികൾ ഒരു സമയത്ത് അവസരത്തിന് വേണ്ടിയിട്ട് കാത്തിരുന്നവരാണ്. സംവിധായകരുടെ ഓരോരോ ആവശ്യങ്ങൾ നിറവേറ്റി അവർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നവരാണ്. ഇപ്പോഴവരെ ഫേമസ് ആയപ്പോഴാണ് ഇവരെ കുറിച്ച് ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഓക്കെ, താങ്കൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അപ്പം നമുക്ക് തുളസി അതിൻ്റെ കാര്യം എന്താ അറിയാം, നമുക്കതൊക്കെ അന്വേഷിച്ച് നമുക്കത് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. നമ്മൾ കാടടച്ച് വെടിവെച്ചാൽ യാഥാർത്ഥ്യം പുറത്തു വരില്ലല്ലോ. അപ്പോൾ എന്തായാലും അന്വേഷണങ്ങളൊക്കെ നടക്കട്ടെ. പ്രത്യേക അന്വേഷണ സംഘത്തെയൊക്കെ സർക്കാർ 7 അംഗ സംഘത്തെ നിയോഗിച്ചില്ലേ. എന്തായാലും താങ്കൾ വിളിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു ഫോർ കോളിംഗ്.